The changes. നീ ഒന്നും ഇങ്ങോട്ട് അടുത്ത് വരുമോ? വാട്ട് ഈസ് മെറ്റമോർഫിസസ്? ഗിവ് എക്സാമ്പിൾ. ഫസ്റ്റ് വേർഡ് പറ. ഓ മൈ ഗോഡ് ഗൈസ്, ഇങ്ങനെ ഫസ്റ്റ് വേർഡ് ട്രാൻസ്ഫോർമേഷൻ. Transformation into an transformation ഓഫ് ആണ്. of a larva into an adult through drastic changes is known as metamorphosis. Example butterfly. ഹലോ പറടാ. Hello. ഗൈസ്, അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ തമ്മിലുള്ള ഇങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ നമ്മുടെ ചാനലിൽ കാണുന്നത്. ബിക്കോസ് ഇന്ന് തൊട്ട് നമ്മളുടെ ആനുവൽ എക്സാം സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ഇരുന്ന് പഠിക്കാം. എന്താ നിമിഷാനിൻ്റെ വേഷം എന്ന് തോന്നരുത്. ബിക്കോസ് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് അദ്യക്കുട്ടൻ്റെ സെക്കൻഡ് EVS എക്സാം ആണ് അല്ലേ ചിക്കു? അപ്പം അവിടെ നമ്മൾ ഒരെണ്ണം കഴിഞ്ഞില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിമിഷാൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ വേണമെന്നുള്ളവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടേ വീഡിയോ ചെയ്യാൻ പറ്റും. ലൈക്ക് സ്റ്റഡീസ് വീഡിയോ സമയത്ത് നമ്മുടെ ടീക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും എടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ടീക്കുട്ടി ഫുള്ളി ട്യൂഷൻ ടീച്ചർ ആയതുകൊണ്ട് എനിക്കതിൽ ഇടപെടാൻ പറ്റില്ല. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. ഇതൊക്കെയാണ് സംഭവം. ഇതൊന്ന് പറഞ്ഞു തന്നെ എ മെറ്റൽ ഒബ്ജക്ട് ഓൺ ദ റൂഫ് ദാറ്റ് ഷോസ് ഇറ്റ് വെതർ വെയിൻ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടെക്സ്റ്റിന് വരുമ്പോൾ മാർക്കേ കിട്ടുന്നില്ല കേട്ടോ. അത് നിമിഷാൻ്റെക്ക് അറിയുന്നില്ല. ഇനി നെക്സ്റ്റ് കേട്ടോ. അപ്പം ഇന്ന് നമ്മളുടെ സെക്കൻഡ് ചിക്കു ആ കളി വേണ്ട കേട്ടോ. ഇവിടെ ഇരുന്നേ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കണ്ടിട്ട് നിമിഷാൻ്റെ ഇങ്ങനത്തെ വീഡിയോ ഇടുമെന്ന്. അപ്പം ഇടാം. പക്ഷെ ഇതും കൂടി നിങ്ങൾ കാണണം. ഈ പഠിക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു എന്തോ ഒരു സാധനം സ്റ്റീലിൻ്റെ എന്തോ ഒരു സാധനം ഇട്ടിട്ട് കളിക്കുക. എനിക്ക് വയ്യ ഗൈസ്. ചിക്കു ഇവിടെ വരൂ. അപ്പോൾ ഈ കാണുന്ന ഒന്നുമല്ല, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഒന്നുമല്ല ഗൈസ്, ഇവിടെ കാണിച്ചു തരാം. അപ്പം ഇന്ന് നമ്മൾ EVS ആണ് ഗൈസ് എക്സാം വരുന്നത്. സോ EVS നിമിഷാൻ്റെ എന്നും പറയുന്ന പോലെ തന്നെ EVSൽ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നിമിഷാൻ്റെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ അവസാനം ഇതിൽ എത്ര പേജ് കഴിഞ്ഞു എന്ന് കാണാം. ഇപ്പോൾ മൊത്തം 8 ചാപ്റ്റേഴ്സ്. മൊത്തം എത്ര ചാപ്റ്റേഴ്സാണ് ചിക്കു? 19, 18, 17, 16, 15. എത്ര ഒന്നും ഇരിക്കൂ. 6-7 ചാപ്റ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻസ് തൊട്ടിട്ടാണ് വരുന്നത്. ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കരുത് കേട്ടോ. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവും. നിമിഷാൻ്റെ പെട്ടെന്ന് എഴുതാണ്. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റ് ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെയെല്ലാം നിങ്ങളിതെല്ലാം കാണണം. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ടീച്ചർ കാണും, ലിൻസി മിസ് കാണും, സുനിത മാം കാണും. ചീത്തയൊന്നും പറയില്ല, നന്നായി പഠിക്കട്ടോ. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഓക്കെ ചിക്കു ഒന്ന് വരൂ. ഈ വീഡിയോ ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ഇതുപോലത്തെ കുറുമ്പന്മാർക്കുള്ള അമ്മമാരാണ്. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ചിക്കുവിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിയണം കേട്ടോ. എത്ര നേരം ഞാൻ വിളിക്കുന്നു. ചിക്കു വരൂ. ഓക്കെ, 18 ചാപ്റ്റർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനിത് പറഞ്ഞ പോലെ നമ്മളുടെ മാത്സും ഓൾറെഡി ഞാനിതുപോലെ റിവിഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ ഹിന്ദി ഉണ്ടായിരുന്നല്ലോ തങ്കം. അതെവിടെ? എടാ അതൊക്കെ കുറേ കുട്ടികൾക്ക് അത് ഇൻഫോർമേറ്റീവ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പേഴ്സണലി മെസ്സേജ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിമിഷാൻ്റെ ഇങ്ങനെ ചെയ്യുന്നത് നല്ല എളുപ്പമുണ്ട്, ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു ചാപ്റ്റർ ഹെഡിങ് എഴുതുക, അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതുക, സ്പെല്ലിംഗ് അറിയാത്തത് എഴുതുക. ഇപ്രാവശ്യം ചിക്കുന് പിന്നെ എല്ലാത്തിൻ്റെയും സ്പെല്ലിംഗ് അറിയുന്നതുകൊണ്ട് ഞാൻ എഴുതിയില്ല. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇതുപോലെ എഴുതാം. ദെൻ ഇനി 18th ചാപ്റ്റർ കേട്ടോ. ഓക്കെ ചിക്കു, എത്ര പ്രാവശ്യം അമ്മ വിളിക്കണം മുത്തേ. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ എങ്ങനെയാണ് റിവിഷൻ? ഇതൊക്കെ ഓൾറെഡി റിവിഷൻ കഴിഞ്ഞാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് വായിക്കൂ. വാട്ട് ആർ Monuments and ചിക്കു ഇവിടെ ഇരിക്കൂ. ആദ്യം തൊട്ട് പറയൂ. Monuments are buildings that are built in the past. Built by famous people. We remember those people. What they left. Monuments left behind. Example: pillar. എന്തേനു? ടെമ്പിൾ പില്ലേഴ്സ്, പാലസസ്. ഓക്കെ, അത് മാത്രമേ അറിയുള്ളൂ. എക്സാമ്പിൾസ് ആള് നന്നായി പഠിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഹാൻഡ് റൈറ്റിംഗ് കൈസ് കാണിച്ചു തരില്ല കേട്ടത്. ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ മാറ്റാനാണ് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. ഹാൻഡ് റൈറ്റിംഗ് മഹാപ്രശ്നമാണ്. പോട്ടെ, സാരില്ല അല്ലേ പൊന്നാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേഗം വാ. റൈറ്റ് സം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് വിക്ടോറിയ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Sorry. Name some famous building inside the Red. I am Diva Naikas Moti Masjid.
എനിക്ക് തോന്നുന്നു പിന്നെ എന്തായിരുന്നു റാങ് മഹൽ. ആ അതായിരുന്നു അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് സം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാതെ എനിക്ക് വയ്യ ഗൈസ്, നിങ്ങളിത് മനസ്സിലാക്കണം. നിമിഷൻ്റെ വീഡിയോ എടുക്കുമ്പോൾ വാവ് ഇവിടെ ഇതൊക്കെയാണ് സംഭവം കേട്ടോ. പറയൂ, റൈറ്റ് സം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് വിക്ടോറിയ മെമ്മോറിയൽ. ഒന്ന് ഇങ്ങോട്ട് വരുമോ? Famous people. Okay. British people. It is made of white marble. White marbles. It has a statue of an angel on a dome. It is used as a weather vane. Now it is used in museum. ഗൈസ്, CBS ഒക്കെ ഒരു 3-4 പ്രാവശ്യം റിവിഷൻ കഴിഞ്ഞതാണ്. ടെക്സ്റ്റ് മാത്രം ഞങ്ങൾക്ക് എല്ലാത്തിലും നല്ല മാർക്കായിരിക്കും. പക്ഷേ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഫിൽ ദ ബ്ലാങ്ക്സ് ഫുള്ള് അതികൂടെ പേപ്പർ കാണണം. ഫസ്റ്റ് തൊട്ടിട്ട് ഒരു 10 എണ്ണം ഫുള്ള് തെറ്റായിരിക്കും ഗൈസ്. ഈസി ആയിരുന്നു. കുഞ്ഞുങ്ങോട്ട് വരൂ ചിക്കു, ഒന്ന് കളിക്കൽ നിർത്തിയിട്ട് ചിക്കു ഒന്ന് ഇവിടെ ഇരിക്കൂ, ഇതെല്ലാവരും കാണട്ടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് പ്ലേസസ് ആർ ഐഡന്റിഫൈഡ് ആസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്? It is one of the most important sites in the world. It could be forest, desert, lake, ലേക്സ്. ഇവിടെ ഇരിക്കൂ. mountain, desert or monuments. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനിയുണ്ടോ? World heritage sites use sites to provide funds for its conservation. കോൺസർവേഷൻ, ഞാനൊക്കെ കൺസർവേഷൻ എന്നാ പറയാം. ഓക്കെ, ഹൗ ക്യാൻ വി കൺസർവ് അവർ മോണുമെന്റ്സ്? ഒരു മിനിറ്റ് ഓടി വരൂ. To conserve our monuments, we should not throw things in or outside our monuments. Okay. We should not. പറഞ്ഞോളൂ. We should not scribble our monuments. Okay. If anyone is damaging our monument, we should stop them. We should stop and report them. Okay. അതുണ്ട്. നോക്കട്ടെ. ഇല്ല അല്ലേ ഗൈസ്, ഒരു സാധനം മാറി അവനറിയും കേട്ടോ. അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം അറിയുന്നതുകൊണ്ട് നിമിഷാൻ്റെ ഇവിടെ മൊത്തം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിലെല്ലാം അറിയാം, അവന് സ്പെല്ലിംഗ് എല്ലാം പക്കയാണ്. അപ്പോൾ അതിലൊന്നും എഴുതാനില്ല. ഇവിടെ എഴുതാനുള്ളതാണ് പ്രശ്നം. ഇനി വരുന്നത് കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞെ ഇങ്ങോട്ട് വരൂ, ഇവിടെ ഇരിക്കൂ. 1000 പ്രാവശ്യം പറയും. സോ നോട്ട്സ് കംപ്ലീറ്റ് ആയതു. ഇനി നമുക്കിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ മോണുമെന്റ്സ് സംഭവങ്ങളൊക്കെ ആട്ടോ. നേരെ പറയണേ. ടീ കുട്ടി ഇവിടെ വന്നിരുന്ന് പഠിച്ചോളൂ. നമ്മൾ പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താജ്മഹൽ എവിടെയാ? പ്ലേസ് എവിടെയാ? ആഗ്ര. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വൈറ്റ് മാർബിൾ. ഓക്കെ, ഷോർ ടെമ്പിൾ എവിടെയാ? കൊൽക്കട്ട. അയ്യോ, കൊൽക്കട്ടയല്ല, തമിഴ്നാട്. എവിടെയാ? ഇതൊക്കെയാണ് പ്രശ്നം ഗൈസ്. ഈ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ്. ഓക്കെ, റെഡ് ഫോർട്ട് എവിടെയാ സിറ്റുവേറ്റ് ചെയ്യുന്നത്? അതാണ് കൊൽക്കട്ട. അല്ലടാ, കൊൽക്കട്ടയും ഗിൽക്കട്ടയും. റെഡ് ഫോർട്ട് എവിടെയാ മുത്തേ? ഡൽഹി. അയ്യോ കൃഷ്ണ, ഇതാണ് നിമിഷാന്റിക്ക് ഏറ്റവും പ്രശ്നം. അത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റെഡ് സാൻഡ്സ്റ്റോൺ. ഗുഡ്, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ഗൈസ്. ഇത് എക്സാമിന് വരും. ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നോക്കാം അല്ലേ ടിയ? സോറി ചിക്കു. ഡിഫൈൻ വാട്ട് ഈസ് മെറ്റമോർഫിസിസ്. ഗീവ്. നേരെ ഇരിക്കും, എനിക്ക് കാണുന്നില്ല. നീ ഒന്നും ഇങ്ങോട്ട് അടുത്ത് വരുമോ? വാട്ട് ഈസ് മെറ്റമോർഫിസിസ്? ഗീവ് എക്സാമ്പിൾ. ഫസ്റ്റ് വേർഡ് പറ. ഓ മൈ ഗോഡ് ഗൈസ്, ഇങ്ങനെ ഫസ്റ്റ് വേർഡ്. ട്രാൻസ്ഫോർമേഷൻ into an transformation of a larva into an adult through drastic changes is known as metamorphosis. Example, butterfly. Okay. ഇനി ടീന്റെ ബ്രേസസ് നോക്കാൻ നല്ല ചന്തല്ലേ? നോക്കട്ടെ. പുതിയ നീ ഇങ്ങോട്ട് തിരി. ഈ ചന്തക്കാരിയാണ് എൻ്റെ കുഞ്ഞ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ 17 ആണ്. അപ്പൊ അതിൽ ഞാൻ 2 എണ്ണം എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റും ഡാഷ് വാസ് ഫസ്റ്റ് പേഴ്സൺ സ്പേസിലുള്ളത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ അദ്ദിക്കുട്ടാ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? വൈ ഈസ് മൗണ്ടൈനിയറിംഗ് ചാലഞ്ചിങ്? വൈ ഈസ്. അദ്ദിക്കുട്ടിന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ക്വസ്റ്റ്യനും അറിയാം അവന്, ആൻസറും അറിയാം. ക്വസ്റ്റ്യൻ ഒക്കെ കറക്റ്റ് ബൈ ഹാർട്ട്. അതെന്താണെന്ന് അറിയില്ല. ഓക്കെ ഫൈൻ. അപ്പൊ പറഞ്ഞോ, വൈ ഈസ് മൗണ്ടൈനിയറിംഗ് ചാലഞ്ചിങ്? ബിക്കോസ്
the oxygen in the air decreases as we go higher up a mountain. So breathing gets harder and harder as we go higher up a mountain. The temperature is very low at high altitudes. There is a shortage of drinking water. These factors make very good Advik. mountaineering challenging. Very good. ഞാൻ ചോദിച്ചു ആ ആൻസർ വെരി ഗുഡ് ആയിരുന്നു. നന്നായി പറഞ്ഞു കേട്ടോ മുത്തേ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡു മൗണ്ടനിയറിംഗ് എക്സ്പെക്ടേഷൻ ഹെൽപ്പ് മൗണ്ടനിയറിംഗ് help people. ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ ആദ്യം പറയട്ടെടാ, നിക്ക് ഞാനൊന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, നിമിഷം എനിക്ക് കാണാതെ അറിയില്ല. പറയും. Mountaineering makes people build their own leadership. It makes a person disciplined and teaches a person to be calm in difficult situations. Very good. Next question. What questions നോക്കട്ടെ കേട്ടോ. Bajendra Bal was famous. because she was the first question എടുക്കറിയും to go to Mount Everest. ഗൈസ്, അപ്പോൾ ഇത് എന്തുകൊണ്ട് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു 3-4 തവണ റിവിഷൻ കഴിഞ്ഞതാട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും എക്സാമിൻ്റെ തലേദിവസം ഒരു കാരണവശാലും പഠിക്കരുത്, അത് റിവിഷൻ മാത്രം ചെയ്യാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? Artificial satellites are vehicles sent into space. They go around our Earth or other planets to find heavenly bodies and find information. Good. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ഹെവൻലി ബോഡീസ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതികൂട്ടം കറക്റ്റായി പറഞ്ഞു. ഗുഡ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? Artificial satellites is used social അങ്ങനെയല്ല, ഫസ്റ്റ് തെറ്റി. communication satellite is used to communicate with people far around our Earth to one country. അയ്യോ, ഒരു ചെറിയ തെറ്റേ. One country to another country. അല്ല. യെസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയൂ. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് അത് പറഞ്ഞാൽ മതി. Used to call people. കോൾ അല്ല, സെൻഡ് മെസ്സേജ്. Send a message or call people one country to another country. Good. It is used as for radio signals and TV program. Okay. And mobile calls. പിന്നെ weather. And weather satellite is used to take a picture of the cloud to the forest station. It gives early warnings about natural disasters such as cyclones and other natural disasters. ഗുഡ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇനി ഇതിന്റെ ഫിൽ ദ ബ്ലാങ്ക്സും ഇന്നർ സൈഡിലാണ് നിമിഷാന്റിക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇപ്പൊ എന്തോ ഒരു ഡയലോഗ് നമ്മുടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു പറഞ്ഞത്? നീ ഇപ്പൊ എന്തോ EVS എക്സാം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? EVS എക്സാം ഒന്നും എന്തില്ല, പേടിയില്ല. ബിക്കോസ് എല്ലാം ഹാർഡാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങളുടെ ഇത് മിസ്റ്റേക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പം 2 ഇതായില്ലേ ഗൈസ്. 19th ചാപ്റ്ററോട്ട് നിമിഷാൻ്റെ ഇത്രയും ഇമ്പോർട്ടൻസ് ഓരോരോ ചാപ്റ്ററിൻ്റെയും എഴുതി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഇത്രയും നമ്മൾ പഠിച്ചാലുണ്ടല്ലോ, ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് കണ്ടോ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എഴുതി വെച്ച് നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. കൃഷ്ണ, നമ്മൾ പഠിച്ചത് എല്ലാം പോകില്ല. ടി അല്ല ചിക്കുതേ ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം PT3 എക്സാം ആയിരുന്നു. അതിന് കണ്ടോ ഈ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കണ്ടോ? ഇത് നമുക്ക് എവിടെന്നാ വരണേന്ന് അറിയില്ല. ഇത്രയും പഠിച്ചത് അതിന് ടെക്സ്റ്റ് വായിക്കും നിമിഷാൻറ്റി എന്ന് പറയും. ടെക്സ്റ്റ് വായിച്ചിട്ട് നടക്കണില്ല ഗൈസ്, അതൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മൊത്തം നമ്മുടെ പോകും. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പേപ്പേഴ്സ് കണ്ടില്ല, അതിക്കൂട്ടിൻ്റെ എല്ലാം ഫുള്ളായിരിക്കും. ഗുഡ് മോർണിംഗ്. അപ്പം EVS ഡേ നമ്മൾ ബൈ പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങോട്ട് വരൂ ചിക്കു, ഇന്ന് EVS എക്സാം ഡേ ആണ്. അപ്പോൾ അതേ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൽ എക്സാം പേപ്പർ കയ്യിൽ കിട്ടിയിട്ട് നമുക്കിതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഏതൊക്കെ ഇമ്പോർട്ടൻസ് ആണ് നിമിഷാൻ്റെ പറഞ്ഞതിൽ വന്നിട്ടുള്ളതെന്ന്. ഇതിൽ 10th കണ്ടോ, ദിസ് വൺ പഞ്ചരത്ന ആറൻ എന്താ? ഗുഡ്. പിന്നെ എന്താ ഇമ്പോർട്ടൻ്റ് അറിയോ? പെട്രോളിയം ദാറ്റ് നോട്ട് റിഫൈൻഡ്. പെട്രോളിയം റിഫൈൻഡ് അല്ലാത്ത പെട്രോൾ. ഗുഡ്. നോസ് ബ്ലീഡ് ചെയ്യുമ്പോൾ എന്താ വയ്ക്കാം? ഓക്കെ. ടെൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഒരു ക്ലോത്ത് ഉണ്ട്, അതിനെന്താ പറയാ?
ഇതൊക്കെ അതിൽ കൂടെ തെറ്റിച്ചതുകൊണ്ട് നിമിഷാൻ്റെ ഇങ്ങനെ ചെയ്തതാണ്ടോ. ഗൈസ് ദേ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. എന്താണ് വന്നത് എങ്ങനെയാണ് ഒന്ന് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഇംഗ്ലീഷ് അല്ലായിരുന്നു, നമ്മളിന്ന് EVS ആയിരുന്നു എക്സാം. എങ്ങനെയുണ്ടായിരുന്നു? ഉണ്ടോ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു പറയും? കുഴപ്പമില്ല. എത്ര മാർക്ക് കിട്ടും? ഗൈസ് ടീക്കുട്ടിയുടെ റിയാക്ഷൻ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ പഠിപ്പിച്ചത് അദ്ദിക്കുട്ടനെയാണല്ലോ. അദ്ദിക്കുട്ടിന് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കൂ. മാമ പറഞ്ഞത് വല്ലതും വന്നോ തോന്നേ ഓർമ്മയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കൂ വേഗം. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കൂ. എടാ സോക്സ് ഒക്കെ നേരെ വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കൂ. എന്തൊക്കെ മമ്മ പറഞ്ഞത് എന്തൊക്കെ വന്നു എന്ന് മാത്രം കുഞ്ഞി പറഞ്ഞ. ടെറ്റ്നസ് വന്നോ? അതെന്താ 7.5 മാർക്സോ ആ പേജിലോ? അയ്യോ കുഞ്ഞ്. ഏതാ തെറ്റിയ മുത്തിന്റെ? ഇത് അപ്പൊ ഫസ്റ്റ് ഇതില് 5 മാർക്സ് കിട്ടുമോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഏതാണ് പറഞ്ഞോ? ഡാഷ് സപ്ലൈസ് മോസ്റ്റ് ഓഫ് വാട്ടർ ഓഫ് കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. അതാ നമ്മൾ പഠിച്ചത് ഇറിഗേഷൻ. അയ്യോ അത് എഴുതിയില്ലേ ഇന്ന് കാലത്ത് കൂടി. ഞാൻ ഞാൻ ശരിക്കും തന്നെ ചീത്ത പറയും. നീ വീഡിയോ കഴിഞ്ഞാൽ ചീത്തയല്ല, നന്നായി ചെയ്തുതരും. വാ എഴുതിയില്ലേ? ഇതാ ഇന്ന് കാലത്ത് ഞാൻ മാമലപുരം. ഉറപ്പല്ലേ? എവിടെ നമ്മുടേതാ പഞ്ചരത്ന ആറിൻ മാമലപുരം. അത് വന്നോ? ഇപ്പൊ വന്നില്ലേ? അടുത്തത് ഇതെല്ലാം അറിയാലോ. ഷോർ ടെമ്പിൾ ഒക്കെ ഇതെല്ലാം അറിയാലോ. നെയിം ദ ഫോളോയിങ്. നെയിം ദ ഫസ്റ്റ് ഗോ ടു സ്പേസ്. അത് ഞാനിവിടെ നൈൽ ആംസ്ട്രോങ്. ഒറ്റ മിനിറ്റ് ദേ ഇന്ത്യൻ ആരാ ഫസ്റ്റ് പേഴ്സൺ? നൈൽ ആംസ്ട്രോങ്. വന്നില്ലേ? ദ പ്രോസസ് ബൈ വിച്ച് ഫ്യൂൽ ഈസ് കൺവേർട്ടഡ് ഇൻടു എനർജി. കമ്പ്യൂഷൻ എഴുതിയില്ലേ? അതെവിടെ എഴുതിയിട്ടുണ്ടല്ലോ ഞാൻ. എവിടെ സാധനം? ഗൈസ് എല്ലാം ഞാൻ ചിക്കോടെ ഓടി ഇതാ ചിക്കു എപ്പോഴും തെറ്റിക്കുന്നത്. പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഫ്യൂൽ എഴുതിയില്ലേ? എഴുതിയില്ലേ? ഗുഡ്. അടുത്തത് ആനിമൽസ് വിത്ത് ഷെൽ. അത് ഇതെല്ലാം അറിയുന്നതല്ലേ? പറഞ്ഞോ. കറക്റ്റ് തന്നെയാണ്. എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിഫൈൻഡ് കെറോസിൻ യൂസ് എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റിലുള്ളത് ഏതാ? ഇതാ മമ്മ എഴുതി തന്നത് കണ്ടോ? അതെൻ്റെ കുഞ്ഞ് എഴുതിയിട്ടില്ല, വിട്ടു. ഇങ്ങനെയാണ് മക്കളെ എക്സാമിന് വരുന്നത് കേട്ടോ. അപ്പം അമ്മമാർ പറയുന്നത് കറക്റ്റ് ചെയ്തിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം. അമ്മമാർ കറക്റ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. നോക്കിയാൽ ഇതിപ്പോൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. പക്ഷെ അദ്ദിക്കുട്ടൻ്റെ അതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓർമ്മ വരുത്തണം. അപ്പം എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. യുനെസ്കോ സ്റ്റാൻഡ് ഫോർ. ഇത് നിമിഷാൻ്റെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതറിയില്ലല്ലോ നിനക്ക്. വിട്ടില്ലേ? അടിപൊളി. അടി. യെസ്. അത് ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് ചീത്ത പറയാൻ പറ്റില്ല. എന്താ എമർജൻസി ഫസ്റ്റ് എയ്ഡ് അല്ലേ? ഫൈൻ. കുഴപ്പമില്ല നമുക്ക്. അതെ അതാണ് മറന്നത് ഗൈസ്. ഇല്ല ചീത്ത ഒന്നും പറയില്ല. എൻ്റെ കുഞ്ഞ് പഠിച്ചതിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. മിടുക്കൻ. ഓക്കെ ബൈ.